ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ഫിസ്നോ ഫുഡ് ടെക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇപ്പോൾ ഭയങ്കര മഴയാണ്, അതുപോലെ തന്നെ നല്ല തണുപ്പാണ്, പിന്നെയെന്ന് പറഞ്ഞാൽ കോവിഡാണ്. അപ്പോൾ എല്ലാം കൂടി അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് ഉള്ളൊരു ചുക്കാപ്പിൻ്റെ ഒരു ആവശ്യം തന്നെയായിരിക്കും. നമ്മളെ വീട്ടിൽ ചേരുവകൾ വെച്ച് ഇപ്പോൾ പറഞ്ഞാൽ എല്ലാ കടയിലും കിട്ടാനുള്ളതാണ്. ചുക്കുകാവ് പറഞ്ഞൊരു പെട്ടിയിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു പാക്കറ്റുകളിലൊക്കെ ഉണ്ടാവും. ഈ ചുക്കാപ്പിൻ്റെ പൊടി, ആ പൊടി ഇട്ട് കണ്ട് തിളപ്പിച്ച് കുടിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീട്ടിലുള്ള ചേരുവ വെച്ച് കുറേ സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് സാധനം വെച്ചിട്ട് എങ്ങനെയാണോ ചുക്കുകാപ്പി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ കുറച്ച് തുളസിൻ്റെ ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്കൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ പനിക്കൂർക്ക എന്ന് പറയുന്നത് ഞങ്ങളെ നാട്ടിലൊക്കെ കന്നിക്കൂർക്കൻ്റെ ഇല എന്നൊക്കെ പറയും. അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് തുളസിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ പല നാട്ടിലും പല പേരാണ്. പിന്നെ ഇത് ചെറിയുള്ളിയാണ്. ഈ ചെറിയുള്ളി പറഞ്ഞാൽ നല്ലൊരു ഔഷധം കൂടിയാണ് കേട്ടോ. നമ്മളെ കഫം ഒഴിവാക്കാനും അതുപോലെ തന്നെ തൊണ്ടയിൽ ശബ്ദം അടിഞ്ഞു കിടക്കുകയാണെങ്കിൽ ശർക്കരയും ചെറിയുള്ളിയൊക്കെ കൂട്ടി തിന്നുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടപ്പിനൊക്കെ നല്ലൊരു ഔഷധമാണ്. പിന്നെ വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലവർ ഇത് ചുക്ക് ആണ് എടുക്കൽ, പക്ഷെ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് കുരുമുളക്, മല്ലിമണി, ചെറിയ ജീരകം കേട്ടോ. വലിയ ജീരകം വേണേ എടുക്കാം, പക്ഷെ ചെറിയ ജീരകമാണ് ചുക്കാപ്പിക്ക് ഏറെ നല്ലത്. പിന്നെ ചെറിയൊരു കഷ്ണം പട്ടയും ഒരു ഏലക്കയും, പിന്നെ ഉള്ളത് ഈ തുളസിൻ്റെ ഇലയും പനിക്കൂർക്കൻ്റെ ഇലയാണ് കേട്ടോ. അതൊക്കെ ഇട്ട് ഇനി എങ്ങനെ ചുക്കാപ്പി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു കുടുക്കയിലാണ് കേട്ടോ ഞാൻ ചുക്കാപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം പാരുന്നുണ്ട്. അപ്പോൾ ഈ കപ്പിൽ അളവിലും തോതിലാണ് ഞാൻ വെള്ളം പാരുന്നത്. പിന്നെ ഇത് വേവിച്ചെടുക്കുമ്പോൾ നന്നായി കുറുകി വരും. നമുക്കിനി ചെറിയുള്ളിയൊക്കെ നന്നായി ചതച്ചെടുക്കാം. ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ നീരൊക്കെ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലോണം അലിഞ്ഞ് നന്നായി വരും. അപ്പോൾ ഇഞ്ചി ആയാലും നന്നായി ചതക്കണേ. അപ്പോൾ ഇഞ്ചി വലിയ കഷ്ണം തന്നെ എടുക്കണം, എന്നാലേ ആ ചുക്കുകാപ്പിക്ക് നല്ല സ്ട്രോങ് ഉണ്ടാവും. ഈ വെള്ളത്തിലേക്ക് ഞാൻ എല്ലാം ചതച്ച് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ കുരുമുളകും അതുപോലെ തന്നെ മല്ലിമണിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചതച്ചതിന് ശേഷമാണ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒട്ടും ചേർക്കരുത് കേട്ടോ. ഇതിലേക്ക് ശർക്കരയാണ് ആഡ് ചെയ്യല്. അത് നന്നായി അലിഞ്ഞു വരുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കാപ്പിയുടെ പൊടി ഇട്ട് കൊടുക്കാം. കാപ്പിയുടെ പൊടി ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതാ നല്ല സ്ട്രോങ് ഉള്ള ചുക്ക് കാപ്പി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ്ങോടൊക്കെ തന്നെ കുടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള തിളച്ച ആ ചുക്ക് കാപ്പി ഉണ്ടല്ലോ, അതുപോലെ തന്നെ കുടിച്ചാലേ നല്ല ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എന്തായാലും ഇതുപോലെ നിങ്ങൾ ചെയ്യാവും. ഇനി ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസും അതുപോലെ തന്നെ വ്ളോഗും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.